റിയോ തൽസുഖിയുടെ പ്രവചനം സത്യമായി പുലരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ജൂലൈ 5-ന് ലോകം വരവേറ്റത്. കോവിഡ് അടക്കം ഒട്ടേറെ ദുരന്തങ്ങൾ പ്രവചിച്ച റിയോ തൽസുഖിയുടെ ജൂലൈ 5-ൽ ജപ്പാനിൽ നടക്കാൻ പോകുന്ന മഹാദുരന്തത്തിൻ്റെ കാര്യം ഒട്ടേറെ മനുഷ്യരെ ആശങ്കയിലാക്കി. അക്കാരണത്താൽ തന്നെ ജപ്പാനിന് വലിയ നഷ്ടം തന്നെയാണ് നേരിടേണ്ടി വന്നതും. എന്നാൽ കൃത്യമായി റിയോ തൽസുഖി പറഞ്ഞ സമയത്ത് ഒന്നും തന്നെ ജപ്പാനിൽ സംഭവിച്ചില്ല. തുടർന്ന് അമേരിക്കയിലുണ്ടായ പ്രളയത്തിൽ ഇപ്പോൾ വരേക്കും 83 പേരോളമാണ് മരണപ്പെട്ടിട്ടുള്ളത്. റിയോ തൽസുഖിയുടെ പ്രവചനം തെറ്റിയില്ല എന്നും സ്ഥാനം മാറുക മാത്രമാണ് ചെയ്തതെന്നും പലരും അവകാശപ്പെട്ടു. അങ്ങനെയിരിക്കെയാണ് ആശങ്ക വിട്ടുപോയ ജപ്പാനിൽ അഗ്നിപർവ്വത സ്ഫോടനമുണ്ടാകുന്നതും. വ്യാജ പ്രചാരണം നടത്തിയവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ജപ്പാനിൻ്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിയോയുടെ പ്രവചനങ്ങൾ അത്ര പെട്ടെന്ന് തള്ളിക്കളയാനും മാത്രമുള്ള ഒന്നല്ല എന്നാണ് റിയോ തൽസുഖിയുടെ ആരാധകർ അവകാശപ്പെടുന്നത്. ചെറിയ വ്യത്യാസങ്ങളല്ലാതെ റിയോ തൽസുഖി പറഞ്ഞ ആ ദിവസം തന്നെ ജപ്പാനിൽ ദുരന്തമുണ്ടായി എന്നുള്ളതും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ജപ്പാൻ പക്ഷേ ഈ പ്രവചനത്തിൽ അടിമുടി പാളിപ്പോയി. 2011-ൽ ജപ്പാനിൽ 20,000 പേരുടെ ജീവനെടുത്ത ഭൂകമ്പവും റിയോ പ്രവചിച്ചിരുന്നതുകൊണ്ട് എല്ലാവരും അവരുടെ വാക്കുകളെ വിശ്വസിച്ചു. ജപ്പാനിലേക്ക് പറക്കാൻ പേടിച്ച് വിമാനങ്ങൾ കൂട്ടത്തോടെ സർവീസ് റദ്ദാക്കി. ജപ്പാൻ ചെറിപ്പൂക്കളുടെ പ്രഭയിൽ മുങ്ങുന്ന ഈ ടൂറിസം സീസണിൽ ഹോങ്കോങ്ങിൽ നിന്ന് ജപ്പാനിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്കിൽ 90% ഇടിവുണ്ടായി. എല്ലാവരും റിയോ തൽസുഖിയുടെ പ്രവചനം അച്ചട്ടാണെന്ന് പറയുകയും ചെയ്യുന്നു. 1999-ൽ ആദ്യമായി അവർ പ്രസിദ്ധീകരിച്ച വാതാഷി ഗാ മിത മിറായി കാൻസൻബാൻ എന്ന ജനപ്രിയ ജാപ്പനീസ് പുസ്തകത്തിലാണ് ഈ പ്രവചനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. മാങ്ക കലാകാരി എന്നറിയപ്പെടുന്ന റിയോ തൽസുഖി തന്റെ സ്വപ്നങ്ങളെ അടിസ്ഥാനമാക്കി എഴുതിയതാണ് ഈ പുസ്തകം. 2011-ലെ തോഹോക്കു ഭൂകമ്പവും സുനാമിയും ഉൾപ്പെടെയുള്ള മുൻകാല സംഭവങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ പരാമർശങ്ങൾ കാരണം വർഷങ്ങളായി ലോക ശ്രദ്ധ നേടിയ പുസ്തകമാണ് ഇത്. ജൂലൈ 5-ന് ലോകം ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു മഹാദുരന്തം സംഭവിക്കും എന്നായിരുന്നു ഈ പുസ്തകത്തിൽ പരാമർശിച്ചത്. ജപ്പാനിൽ സംഭവിക്കുന്ന ഒരു വലിയ ഭൂകമ്പമാണിതെന്നും പറഞ്ഞിരുന്നു. മാസങ്ങൾക്ക് മുൻപ് തന്നെ ജൂലൈയിൽ സംഭവിക്കുമെന്ന് പ്രവചിക്കപ്പെട്ട ഈ മഹാദുരന്തത്തെക്കുറിച്ച് ആളുകൾ ഓൺലൈനിൽ പരിശോധന നടത്തി തുടങ്ങിയിരുന്നു. പുസ്തകത്തിന്റെ കവറിലെ ഒരു പ്രധാന വരി ഇങ്ങനെയായിരുന്നു: യഥാർത്ഥ ദുരന്തം 2025 ജൂലൈയിൽ വരും. ജപ്പാനും ഫിലിപ്പീൻസും തമ്മിലുള്ള സമുദ്രത്തിന്റെ അടിത്തട്ട് വിള്ളുകയും 2011-ൽ കണ്ടതിനേക്കാൾ ഉയർന്ന തിരമാലകൾക്ക് കാരണമാകുകയും ചെയ്യുന്ന ഒരു പ്രകൃതി ദുരന്തത്തെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചത്. ഈ പുസ്തകങ്ങൾക്കും ഇതിലെ പ്രവചനങ്ങൾക്കും ശാസ്ത്രീയ അടിത്തറയില്ലെങ്കിലും പ്രവചനം വ്യാപകമായ ചർച്ചാ വിഷയമാകുകയും ആളുകൾക്കിടയിൽ വലിയ ഉത്കണ്ഠയ്ക്ക് ഇത് കാരണമാകുകയും ചെയ്തു. കൃത്യമായ തീയതികൾ, സമയങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടി ഭൂകമ്പങ്ങൾ പ്രവചിക്കാൻ കഴിയുമെന്ന ആശയം ജപ്പാനിലെ കാലാവസ്ഥാ ഏജൻസി പൂർണ്ണമായും നിരാകരിച്ചു. കഴിഞ്ഞ മാസം അസോസിയേറ്റഡ് പ്രസിന് നൽകിയ പ്രസ്താവനയിൽ ഏജൻസി അത്തരം പ്രവചനങ്ങളെ തട്ടിപ്പെന്നാണ് വിശേഷിപ്പിച്ചത്. കൂടാതെ ഇവയെല്ലാം തെറ്റായ വിവരങ്ങളാണെന്നും ഏജൻസിയിലെ ഗവേഷകർ പറഞ്ഞു. പുസ്തകത്തിലെ കാര്യങ്ങൾ വലിയ തോതിൽ ചർച്ചയായതോടെ റിയോ തൽസുഖിയും താൻ ഒരു പ്രവാചകയല്ല എന്ന് വ്യക്തമാക്കി. തന്റെ സ്വപ്നങ്ങളിൽ അമിതമായി സ്വാധീനിക്കപ്പെടരുതെന്നും വിദഗ്ധ അഭിപ്രായങ്ങളെ അടിസ്ഥാനമാക്കി ഉചിതമായി പ്രവർത്തിക്കണമെന്നും അവർ ആളുകളോട് ആവശ്യപ്പെട്ടു.